നമസ്കാരം, മൂവീസ് റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് 2024 പുറത്തു വന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ഇൻ 2024. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം, അതിനുള്ളതുണ്ട് ചിത്രം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഹോട്ട്സ്പോട്ട്, അതാണ് സിനിമയുടെ പേര്. ഒരു തമിഴ് ചിത്രമാണ്. ഇപ്പോൾ നിലവിൽ തിയേറ്ററുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു തമിഴ് ചിത്രമാണ്. വിഘ്നേഷ് കാർത്തിക് അദ്ദേഹമാണ് സിനിമയ്ക്ക് കഥയും സംവിധാനവും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ചിത്രം ഇത് നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന നല്ലൊരു ചിത്രം തന്നെയാണ്. അപ്പൊ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള റിലീഫിംഗ് ഫിലിമുകൾ അല്ലെങ്കിൽ നല്ല സിനിമകൾ, ചെറിയ സിനിമയിൽ നല്ല സിനിമകൾ, നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിൽ നല്ല സിനിമകൾ, ഇതിന്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളോട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവരും എന്നെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ കഥയുടെ ആരംഭം എന്നുള്ള രീതിയിൽ ഒരു കഥ പറഞ്ഞ് ഒരിക്കലും തുടങ്ങാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതൊരു അന്തോളജി ഫിലിമാണ്. 4 സിനിമയുടെ ഒരു സംഗ്രഹമാണ് നമ്മുടെ കേരള കഫേ മലയാള ചിത്രം. നമ്മളെല്ലാവരും കണ്ട ചിത്രമാണ്. അപ്പൊ അതുപോലെയുള്ളൊരു സിനിമയാണ് ഇതും. ഇതിൽ 4 കഥകളുണ്ട്. പിന്നെ ഇതെല്ലാം ഒരേ ജേണലിൽ വരുന്ന സ്റ്റോറി തന്നെയാണ്. ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡയറക്ടർ, അതായത് യഥാർത്ഥ സിനിമയുടെ ഡയറക്ടർ തന്നെ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് കഥ പറയാനായിട്ട് ചെല്ലുന്നതും അദ്ദേഹത്തോട് കഥ പറയുന്നതുമായിട്ടാണ് ഈ 4 കഥകൾ വരുന്നതും. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇതൊക്കെയാണോ എന്നുള്ളതും സിനിമയിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ ഈ 4 കഥകളുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഈ 4 കഥകൾ. ആദ്യ കഥയുടെ ആരംഭത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഡയറക്ടർ പ്രൊഡ്യൂസറുടെ അടുത്ത് പോയിട്ട് കഥ പറയുന്നുണ്ട്. അപ്പൊ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, നീ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞോണം, അധികം സമയമൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഇംപ്രസീവ് ആവുന്ന രീതിയിൽ നീ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഈ പ്രൊഡ്യൂസർ ഡയറക്ടറോട് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം, അതായത് നമ്മുടെ ഡയറക്ടർ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച ശേഷം അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഇതിന് ശേഷം ഈ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ പ്രൊഡ്യൂസർ ഇങ്ങനെ കുറച്ചു നേരം അതിൽ ആ ഒരു ക്യൂരിയോസിറ്റിയിലായിപ്പോയി. എന്നിട്ട് നമ്മുടെ ഡയറക്ടറോട് ചോദിക്കുന്നു, ഇനി എന്താ, അടുത്തത് എന്താ എന്നുള്ള രീതിയിൽ നമ്മുടെ ഡയറക്ടറോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡയറക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, 10 മിനിറ്റ് കൊണ്ട് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. അത് എനിക്ക് പേഴ്സണലി നമ്മളോട് പറയുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും നീ ചിത്രം കാണും, നിങ്ങൾ ചിത്രം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് ആദ്യ കഥയിലും ഉള്ളത്. അതായത് ചിത്രത്തിന്റെ ആദ്യ കഥ ആരംഭിച്ച് കുറച്ചങ്ങ് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് പേഴ്സണലി, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്, അവർക്ക് പേഴ്സണലി ഒരു മുറുമുറുപ്പ് തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു മുന്നോട്ടുള്ള ആ ഒരു പോക്ക്, ആദ്യ കഥയുടെ ഒരു പോക്ക്. പക്ഷെ അതിന്റെ ക്ലൈമാക്സിൽ, അതായത് ആദ്യ കഥയുടെ ക്ലൈമാക്സിൽ അത്രത്തോളം മനസ്സിനുള്ളിൽ കയറിയ ഒരു കഥ, അത് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ രീതിയിൽ അവരത് പ്രസന്റ് ചെയ്തു. അത് തന്നെയാണ് അതിന്റെ ബലം. പ്രത്യേകിച്ച് ഡയലോഗ്, ക്ലൈമാക്സിലുള്ള മാക്സിമം ഡയലോഗുകളും നമ്മളിലോട്ട് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അവരത് കൊണ്ടുവന്നു. അപ്പൊ അത് തന്നെയാണ് ആ ഒരു കഥയുടെ ബലം, അല്ലെങ്കിൽ ആ ഒരു കഥയുടെ ഇത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് രണ്ടാമത്തെ കഥ എന്താണെന്ന് നോക്കാം. ചിത്രത്തിലെ ഒരു കഥയും സ്പോയിലർ ആകുന്ന രീതിയിൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കഥയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ, സ്നേഹിക്കുന്ന 2 പേര് അവരവരുടെ ഫാമിലിക്ക് എടുത്തു ചെല്ലുന്നു. അവരുടെ കല്യാണത്തെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും സംസാരിക്കാനായിട്ട് അവരുടെ ഫാമിലിയുടെ അടുത്ത് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർക്കും നമ്മൾക്കും നേരിടേണ്ടി വരുന്ന വലിയൊരു സർപ്രൈസ്, ആ ഒരു ചോദ്യം, അവിടെ ഇടുന്ന ആ ഒരു ചോദ്യം, അത് വെച്ച് തന്നെയാണ് സിനിമ പിന്നെ മുന്നോട്ട് പോകുന്നതും അവസാനിക്കുന്നതും. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസന്റ് ലൈഫിൽ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം അത്രത്തോളം നീറ്റായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി മൂന്നാമത്തെ കഥ, ഇത് തീർച്ചയായിട്ടും ഒരു കഥ തന്നെയാണ്, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കഥ. ഇതിന് 2 പേരുണ്ട്. നമ്മുടെ കഥാനായകനും നായികയും 2 പേരും പരസ്പര സ്നേഹത്തിലാണ്. ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നു. കാമുകന്റെ, അതായത് നമ്മുടെ കഥാനായകന്റെ ജോലി നഷ്ടമാകുന്നു. അദ്ദേഹം EMI ഒക്കെ അടയ്ക്കാനായിട്ട് വല്ലാണ്ട് കഷ്ടപ്പെടുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു വർക്ക് വരുന്നു. ഈ വർക്ക് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ഞാൻ പറയാം. അതായത് കാമുകൻ, നമ്മുടെ കഥാനായകന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ചിന്താഗതി പ്രകാരം ലെഫ്റ്റ് ആൻഡ് ലവ് ഇത് രണ്ടും രണ്ടാണ്, ഒന്നല്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് അദ്ദേഹം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. അപ്പൊ അതുമായിട്ടൊരു ബന്ധപ്പെട്ട ജോലി, ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒത്തിരി സർപ്രൈസുകളുണ്ട്. കഥാനായകനും ഉണ്ട്, നമുക്കും ഉണ്ട് സർപ്രൈസുകൾ. അപ്പൊ അങ്ങനെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കഥ തന്നെയാണിത്. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായവര് തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് കാണേണ്ട ഒരു കഥ തന്നെ. നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ കഥ അവസാനിക്കുമ്പോൾ, അതായത് ഡയറക്ടർ ഈ കഥ പറഞ്ഞ് പ്രൊഡ്യൂസറോട് ഈ കഥ പറയുവാണല്ലോ, ഈ കഥ പറഞ്ഞ് തീരുമ്പോൾ പ്രൊഡ്യൂസർ ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയും, ഇതെല്ലാം നമ്മളെ കുത്തുന്ന എന്താണ് എന്നുള്ള രീതിയിൽ ഒരു ഡയലോഗും ഉണ്ട്.
വളരെ രസമായിട്ട് തന്നെയാണ് അത് അവർ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു കഥയല്ല, ഇപ്പൊ വന്നത് വരെ അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഇട്ട് എന്റർടൈൻ ചെയ്ത് തന്നെയാണ് അവർ കൊണ്ടുവന്നത് ഇത്രയും നേരം. ഇനി നാലാമത്തെ കഥ. ഇത്രയും നേരം നമ്മളെ ചിന്തിപ്പിച്ച് രസിപ്പിച്ച് കൊണ്ടുവന്ന സിനിമ അവസാന കഥയിലോട്ട് എത്തിയപ്പോഴേക്കും നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ നിറച്ച് അവസാനിപ്പിക്കുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു കഥയാണ് അവസാനം പറയുന്നത്. വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, മക്കള്. അപ്പൊ ഇവരുടെ ലൈഫിലോട്ട് ഒരു വില്ലൻ എന്ന പോലെ ഒരു റിയാലിറ്റി ഷോ കടന്നു വരും. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയ മകള് പിന്നീട് നടക്കുന്ന, അവരൊട്ടും പ്രതീക്ഷിക്കാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്, അല്ല കഥ മുന്നോട്ട് പറയുന്നത്. എന്തായാലും എനിക്ക് വളരെ രസമായിട്ട് തന്നെ തോന്നി. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കുട്ടികളെ കുട്ടികളായിട്ട് വിടുക, അവരെ അതിന് മുകളിൽ ഏൽപ്പിക്കാതിരിക്കുക. കാരണം അവരുടെ കുസൃതി, അവരുടെ കാര്യങ്ങൾ, കുട്ടിയായി ഇരിക്കുമ്പോൾ അവരുടെ കുസൃതി, അവരുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ അഴക് എന്ന് പറയുന്ന ഒരു ഡയലോഗൊക്കെ വളരെയേറെ മനസ്സിൽ കയറിയ ഒരു ഡയലോഗായിട്ട് തോന്നി ചിത്രം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ. എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു ചിത്രം. മൊത്തത്തിൽ ഈ കഥകളെല്ലാം, പ്രത്യേകിച്ച് ഒരു 18 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക്, ഏകദേശം കല്യാണ പ്രായം അതൊക്കെ കഴിഞ്ഞുള്ളവർക്ക് അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ അവർ പ്രസന്റ് ചെയ്യുന്നുണ്ട് ചിത്രത്തിൽ. അത് വളരെ രസമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ടെക്നിക്കൽ സൈഡൊക്കെ ഒന്ന് നോക്കാം. ചിത്രത്തിൽ ഓവറോൾ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ടീമിന്റെ വർക്ക് ആയാലും ഓവറോൾ മ്യൂസിക് ആയാലും BGM ആയാലും വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസാന കഥയിലോട്ടൊക്കെ വരുമ്പോൾ അതുവരെ നിന്ന് ആ ഒരു റേഞ്ചൊക്കെ മാറി വേറെ റേഞ്ചിലോട്ട് ആ ഒരു BGM ആയാലും കാര്യങ്ങളൊക്കെ വരുന്ന പോലെ തോന്നി. നല്ല രസമായിരുന്നു അതൊക്കെ കേട്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇനി കാസ്റ്റിംഗ് നോക്കുവാണെങ്കിലും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഓരോ ക്യാരക്ടേഴ്സും അത്രത്തോളം ആ ഒരു അതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മളിലോട്ട് എത്തുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ അവർ തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇനി മൊത്തത്തിൽ ആ സിനിമ എടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ക്രെഡിറ്റ് അത് വിഘ്നേഷ് കാർത്തികിനുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും അത്രയും നല്ലൊരു സിനിമ വരാനുള്ള കാരണം. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ, ഇതുപോലെയുള്ള സിനിമകൾ സപ്പോർട്ട് ചെയ്യുക. നിലവിൽ ഇത് തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. ഇത് മുതിർന്നവർ കാണുക, അതായത് പ്രായപൂർത്തിയായവർ 18 വയസ്സിന് മുകളിലോട്ടുള്ളവർ മാത്രം കാണുക. അവർ കണ്ട ശേഷം അവർ തീരുമാനം എടുക്കുക. ഫാമിലി ആയിട്ട് കാണുന്നതിനെ പറ്റിയും അതുപോലെ കുട്ടികളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓപ്പൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്, ഓപ്പൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ അവർ പറയുന്നു. അതാണ് കഥയ്ക്കുള്ളിലുള്ളത്. അതുകൊണ്ട് ഈ കഥയിൽ പറയുന്ന പോലെ തന്നെ കുട്ടികളെ മാറ്റി നിർത്തുക. കുട്ടികളായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ മുതിർന്നവർ കാണുക, മുതിർന്നവർ കാണേണ്ടതായിട്ടുള്ള ഒരു ചിത്രം തന്നെ. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക. തീർച്ചയായിട്ടും ചിത്രം നിലവിൽ തിയേറ്ററുകളിലുണ്ട്. അപ്പൊ ഇതുപോലെ റിലീഫ് ആവുന്ന സിനിമയിൽ നല്ല സിനിമകളുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകളിൽ നല്ല സിനിമകളുടെ വിശേഷങ്ങൾ, അതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.